അസുര പ്രണയം. രചന രുദ്രാംശി പാർവതി. അവതരണം അഷിക. ഗീതു, സോറി, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പ്രായത്തിൻ്റെത് സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കും പ്ലീസ്. ഗീതു, സോറി. ഗായത്രി ചെയറിൽ നിന്ന് കുതിറിക്കൊണ്ട് അവളോട് പറഞ്ഞു. മാപ്പ് തരാനോ ക്ഷമിച്ച് മറന്നു കളയാനോ പറ്റിയ ഒരു ചെറിയ തെറ്റാണോ ഗായത്രി നീ എന്നോട് ചെയ്തത്? ഗീതാഞ്ജലിയുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് ക്രൂരമായ ഭാവം നിറഞ്ഞു. ഗായത്രി ഭയത്തോടെ അവളെ ഉറ്റുനോക്കി. പ്രായത്തിന്റെ കുന്തളിപ്പ് നശിപ്പിച്ചത് എത്ര പേരുടെ ജീവിതമാണോന്ന് അറിയോടി നിനക്ക്? പുന്നാര മോളെ. യാദവ് പാഞ്ഞു ചെന്ന് ഗായത്രിയുടെ കവളിൽ വീശിയടിച്ചുകൊണ്ട് മുരണ്ടു. ഗായത്രിയുടെ വായിൽ നിന്നും രക്തം തെറിച്ച് നിലത്തേക്ക് വീണുപോയ യാദവ് വീൽ ചെയറിൽ നിറകണ്ണുകളോടെ ഇരിക്കുന്നവളെ ഒന്ന് നോക്കി. നേരത്തെ നിലത്തിട്ട കമ്പി വലിച്ചെടുത്തു. തലയിലെ മൂളിച്ച ഒന്ന് മാറി. എന്താണ് സംഭവിച്ചതെന്ന് അറിയും മുന്നേ കാലിലായി അറിഞ്ഞ വേദനയും എല്ലുപൊടിയുന്ന ശബ്ദവും ഗായത്രിയുടെ വേദനയോടെയുള്ള നിലവിളി അവിടെ മുഴങ്ങിക്കേട്ടു. യാദവിന്റെ കയ്യിലെ ഇരുമ്പ് കമ്പി ഓരോ പ്രാവശ്യവും അവൾ ഉയർന്നു താഴുമ്പോഴും ആ മുറിയെ ആകെ പിടിച്ചു കുലുക്കും പോലെ അവിടമാക്കി അവളുടെ നിലവിളി നിറഞ്ഞു. കയ്യിലും കാലിലും കെട്ടിയ കയറിൽ നിന്നും ഗായത്രിയുടെ രക്തം നിലത്തേക്ക് പടർന്നു. യദുവേട്ടാ. അവളുടെ വേദനയെ ഒരു ഹരമായി കണ്ടുകൊണ്ട് അവനാ ഇരുമ്പ് കമ്പി അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചത്. അഞ്ജലി അവനെ വിളിച്ചു. യാദവ് ഉയർത്തിയ കൈ താഴ്ത്തിക്കൊണ്ട് അവളെ നോക്കി. പെട്ടെന്നൊരു മരണം വേണ്ട യദുവേട്ടാ. അനുഭവിക്കണം, പുഴുത്തു നരകിക്കണം. അപ്പോ അവൾ ഓർക്കണം ചെയ്തത് തെറ്റല്ല, മാപ്പർഹിക്കാത്ത പാപമാണെന്ന് അഞ്ജലി പറഞ്ഞത്. യാദവ് അവളെ നോക്കി മഞ്ഞതയോടെ ചിരിച്ചു. നിലത്തപ്പോൾ കിടന്നു പിടയുന്നവളെ ഒന്ന് നോക്കി കയ്യിലെ കമ്പി വലിച്ചെറിഞ്ഞു യാദവ്. ദേവേട്ടാ. റൂമിലെ ബാൽക്കണിയിൽ നിന്ന് സ്മോക്ക് ചെയ്യുന്നവന് പിന്നിൽ നിന്ന് അവൾ ചെന്ന് വിളിച്ചു. അർജുൻ അവളെ ഒന്ന് നോക്കി സിഗരറ്റ് നിലത്തേക്ക് ഇട്ടുകൊണ്ട് ചവിട്ടി നിരച്ചു കിടത്തി. ഹാരാ ദേവേട്ട ഗായത്രിയെ കൊണ്ടുപോയത്? വേദ അവന്റെ അടുത്ത് നിന്നു. യാദവ്. അർജുൻ പറഞ്ഞതു വേദ ഒന്ന് ഞെട്ടി. എങ്കിലും എന്തിനെന്ന പോലെ അവളിൽ സംശയത്തോടെ അവനെ നോക്കി. ഞാനും യാദവും സ്കൂളിലും കോളേജിലും ഒക്കെ ഒന്നിച്ചായിരുന്നു. ഞങ്ങളുടെ അച്ഛന്മാർ തമ്മിൽ നല്ല സൗഹൃദവുമായിരുന്നു. പക്ഷെ ഞാനും യാദവ് നേരിൽ കണ്ടാൽ പരസ്പരം ഒന്ന് നോക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഹരിയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ടും ഹനിയൻ മകനും ഒക്കെ. അതുകൊണ്ട് തന്നെ യാദവിനെ ഞങ്ങൾക്കിടയിൽ കൂട്ടാൻ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ മാറ്റം വന്നത് ഞങ്ങളൊരു കോളേജിൽ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലെത്തിയപ്പോഴായിരുന്നു. യാദവ് എല്ലാവരോടും പെട്ടെന്ന് മിണ്ടി കൂട്ടുകൂടുന്നൊരു ടൈപ്പായിരുന്നെങ്കിൽ നേരെ തിരിച്ചായിരുന്നു ഞാൻ. പക്ഷെ അവനതൊരു വലിയൊരു കാര്യമായിരുന്നില്ല. അങ്ങനെ പതിയെ പതിയെ ചെറിയ വാക്കുകൾ കൊണ്ടുള്ള സംസാരവും കാണുമ്പോഴുള്ള ചിരിയുമായി കോളേജ് ലൈഫ് പോയി. പിന്നീട് നല്ലൊരു സൗഹൃദം ഞാനും അവനും തമ്മിലുണ്ടാക്കിയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയമാണ് ഞാനത് കണ്ടുപിടിച്ചത്. കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് സ്ഥിരം പോകുന്ന കുറച്ച് ദിവസങ്ങളായി വീട്ടിലെത്തുന്ന വൈകിയാണ്. അതിന്റെ കാരണം അറിയാൻ മഹയങ്കൾ വിളിച്ചു തന്നെയും ഒരുപാട് ചോദിച്ചിട്ട് വഴക്കിട്ടിട്ടെങ്കിലും യാദവ് ആ കാരണം എന്നോട് പറഞ്ഞില്ല. പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള വാശി എനിക്കുമുണ്ടായി. അങ്ങനെ ഒരിക്കൽ ഇവൻ കോളേജിൽ നിന്ന് ആരും ശ്രദ്ധിക്കാതെ വണ്ടിയെടുത്ത് പോകുന്നതിന് പുറകെ അവനറിയാതെ പിന്നാലെ ഞാനും ചെന്നു. അവൻ പോയത് ഒരു മ്യൂസിക് സ്റ്റുഡിയോയിലേക്കായിരുന്നു. ഇവൻ മ്യൂസിക് പഠിക്കാനാണോ വന്നുകൊണ്ടിരുന്നത്? പിന്നെ തുറന്നു പറയാതിരുന്നത് എന്താ? അങ്ങനെ ഓരോ സംശയം തോന്നി അവനെ നോക്കി ആ പരിസരത്ത് ഞാൻ നിന്നു. മ്യൂസിക് പഠിക്കാൻ പോകുന്ന നേരെ അകത്തേക്ക് പോകാതെ അതിനു പുറത്തുള്ള മതിലിൽ ചാരി ഒതുങ്ങി നിൽക്കുന്നത് എനിക്കെന്തോ ഒരു സംശയം വന്നു. ആ സംശയത്തിനുള്ള ഉത്തരം പോലെ അകത്ത് നിന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ കലപില കൂട്ടി വരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഞാൻ കണ്ടത്. അവളെ കണ്ടത് യാദവ് ഓടി അവൾക്ക് മുന്നിൽ ചെന്ന് പാനിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്തു കൊടുത്തു. ആ കുട്ടി പക്ഷെ ഇവനെ കണ്ടത് ചിരി നിർത്തി അവനെ ദേഷ്യത്തിൽ നോക്കി ചവിട്ടിത്തുള്ളി ഒറ്റപ്പോക്ക്. പിന്നാലെ യാദവ്. അപ്പോഴാണ് മനസ്സിലായത് മ്യൂസിക് സ്കൂളിൽ പാട്ടിനേക്കാൾ അവന് ലഹരി പകർന്നത് അവളായിരുന്നുവെന്ന്. ഗീതാഞ്ജലി, അവന്റെ മാത്രം അഞ്ജലി. അർജുൻ പറഞ്ഞുകൊണ്ട് വേദയെ നോക്കി. വേദയുടെ ചുണ്ടിൽ ഇതൊക്കെ കേട്ട് ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. എന്നിട്ട് എന്താ ദേവേട്ട? യാദവിനെ വീട്ടിൽ പിടിച്ചോ? വേദ ആകാംക്ഷയോട് ചോദിച്ചു. ഇല്ല, പഠിക്കുന്ന കാലത്ത് തന്നെ പോലീസ് ബുദ്ധിയുള്ളവനാണ്. അങ്ങനെ ആർക്കെങ്കിലും പിടികൊടുക്കുവോ വേദ? അർജുൻ ചോദിച്ചു. ആ സമയം അവനിലും ഉണ്ടായിരുന്ന ഒരു പുഞ്ചിരി. പിന്നെ വേദ അവനോട് ചോദിച്ചു. അർജുൻ അവിടെയുള്ള ബീൻ ബാഗിലിരുന്നുകൊണ്ട് വേദയെ പിടിച്ച് അവന്റെ മടിയിലിരുത്തി. ഒന്ന് പിടഞ്ഞുകൊണ്ട് വേദ അവന് വെപ്രാളത്തോടെ നോക്കി. അർജുൻ അവളുടെ വയറിൽ കൂടി ചുറ്റിപ്പിടിച്ചു അവളെ അവന് നേരെ ഇരുത്തിക്കൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. അന്നവൻ എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നത് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടി ഞാനൊരു പണിയങ്ങ് കൊടുത്തു. അത് പക്ഷെ അവരുടെ നിസ്വാർത്ഥമായ പ്രണയത്തിന്റെ തുടക്കമായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്കെപ്പോ എപ്പോഴും ഉണ്ടാവുന്ന ഞങ്ങളിലെ ഒരാളെ പോലെയായിരുന്നൊരു കൗശിക്. അവന് ഞാൻ കൂട്ടുപിടിച്ചു. ഒരു ദിവസം കൗശിക് ഞാൻ പറഞ്ഞതുപോലെ
അവനൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നും അവൾക്കും അവനെ ഇഷ്ടമാണെന്നും അവർ കാണാനും സംസാരിക്കാറുമുണ്ടെന്നൊക്കെ യാദവ് കേൾക്കാൻ അവൻ പറഞ്ഞു. അന്ന് ഏതാടാ ആദഭാഗ്യ എന്ന് ചോദിച്ചുകൊണ്ട് യാദവ് അവനെ കുറെ കളിയാക്കി. പിന്നീട് വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൗശിക് എന്നെയും യാദവിനെയും കൂട്ടി മ്യൂസിക് സ്കൂളിൽ പോയി. അവിടെ വെച്ച് ഞങ്ങളുടെ പ്ലാൻ പോലെ ഗീതുവിനെ ചൂണ്ടി കൗശിക് പറഞ്ഞു അവളാണ് അവന്റെ പ്രണയമെന്ന്. അതോടെ യാദവ് വിട്ടു. മറ്റൊന്നും ചോദിക്കാതെ ചിന്തിക്കാതെ യാദവ് അവളെ പിടിച്ചു നിർത്തി ദേഷ്യപ്പെട്ടു. അർജുൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അർജുന്റെ ഓർമ്മ ആ ദിവസത്തിലേക്ക് പോയി. അഞ്ജലി! യാദവിന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോയി. കുഞ്ഞിക്കണ്ണുകളിൽ ഭയം നിറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്, പ്രണയമാണെന്ന്, നിന്നെ കെട്ടി കഴിയണമെന്നും. ഹേ, അപ്പൊ ഒന്നും മിണ്ടാതെ നിന്നിട്ട് വേറൊരു കോടിയെ പോയി പ്രേമിച്ചോ നീ? യാദവ് ആ കുഞ്ഞു വെളുത്ത കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വേദന കൊണ്ടു ആദ്യമായി അറിയുന്നു യാദവിന്റെ ദേഷ്യം കണ്ടു. നന്നായി ഭയന്നവളുടെ കണ്ണു നിറഞ്ഞു. അവളുടെ കണ്ണുകൾ കലങ്ങി നിറഞ്ഞൊഴുകി. പറയേ, നിനക്ക് ഇവനെ ഇഷ്ടമാണോ? ഇവനെയാണോ നീ പ്രേമിക്കുന്നത്? യാദവിന്റെ ദേഷ്യം കണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ട് അവന്റെ അടുത്തേക്ക് ചെന്നു അർജുനെയും കൗശിക്കിനെയും നോക്കി യാദവ് അവളോട് ചോദിച്ചു. എന്നാൽ ആ കുഞ്ഞിപ്പെണ്ണ് ഇതൊക്കെ ആരാ എന്ന പോലെയായിരുന്നു അർജുനെയും കൗശിക്കിനെയും നോക്കിയത്. അതിനെ വിടടാ, എല്ലാരും നോക്കുന്നു, വിട്! അർജുൻ യാദവിന്റെ കൈ പിടിച്ച് അവളിൽ നിന്നും മാറ്റി. മോളെ, സോറി, ഇവനറിയാതെ പറ്റിയതാ. കരയാതെ, ഇവനൊന്ന് കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒപ്പിച്ചതാ. കരയല്ലേ, സോറി. അർജുൻ കരഞ്ഞുകൊണ്ട് നിന്നവളെ സമാധാനിപ്പിച്ചു. അവൻ ആ നിമിഷം മിഴിയെയാണ് ഓർമ്മ വന്നത്. മിഴി പൂച്ചയാണെങ്കിലും ഇവൾ തൊട്ടാൽ മുറിയുന്നു കാന്താരി പനിനീർ പൂവായിരുന്നു. നീ എന്താണ് പറയുന്നേ? യാദവ് ഇടക്കേറി ചോദിച്ചു. കുന്തം, നിന്റെ ഈ കറക്കവേ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് കുറച്ച് ദിവസമായി. നിന്നെ കൊണ്ടുള്ളത് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു ഇങ്ങനെയൊക്കെ. പക്ഷെ കേട്ട പാതി കേൾക്കാത്ത പാതി. നീ ഇതിനെ കരയിക്കുമെന്ന് ഞങ്ങൾ കരുതിയോ? പട്ടി! കൗശിക് യാദവിനെ നോക്കി പല്ല് കടിച്ചു. അപ്പൊ നിനക്ക്? യാദവ് ഒന്നുകൂടെ ചോദിച്ചു. കോപ്പ്! നിന്റെ പെണ്ണ് ഞങ്ങൾക്ക് പെങ്ങളല്ലേടാ. അപ്പോഴാ പൊട്ടൻ. കൊച്ചെ, കരയല്ലേ, ഇവൻ ഇങ്ങനെയായി പോയി. കൗശിക് യാദവിനെ നിറഞ്ഞു നോക്കി ഗീതുവിനെ സമാധാനിപ്പിച്ചു. യാദവ് ഇരുവരെയും നോക്കി പല്ല് കടിച്ച് വിങ്ങിക്കരയുന്നോടെ നോക്കി. അഞ്ജലി, സോറി. ഞാൻ പെട്ടെന്ന് ഇവൻ നിനക്കിവന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ പറ്റിപ്പോയി. യാദവ് അഞ്ജലിക്ക് അടുത്ത് വന്ന് അവളുടെ ചുവന്ന കൈ പതിയെ തലോടി. ഗീത് ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കിക്കൊണ്ട് കാലിലെത്തിക്കുത്തി യാദവിന്റെ കവളിൽ അമർത്തിക്കടിച്ചു. ഇനി എന്നോട് ദേഷ്യപ്പെടാനുണ്ടല്ലോ യദുവേട്ടാ. ദേ, ലവണക്കെട്ട് ഞാനങ്ങ് പോകും, നോക്കിക്കോ. ഗീതു അവനിൽ നിന്നും മാറി അവനെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞുകൊണ്ട് അർജുനെയും കൗശിക്കിനെയും നോക്കി കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. യാദവ് അപ്പോൾ കണ്ണു മിഴിച്ച് കവളിൽ കൈവച്ച് നിന്നുപോയി. അവന്റെ ആ നിൽപ്പ് കണ്ട് അർജുനും കൗശിക്കും ചിരിച്ചുപോയി. വാടാ, അവള് പോയി. എന്നാലും നിനക്ക് എങ്ങനെയാടാ ഈ +2 പഠിക്കുന്ന കൊച്ചിനെ പ്രേമിക്കാൻ കിട്ടിയത്? അർജുൻ യാദവിനെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവരുടെ വണ്ടിക്കടുത്തേക്ക് നടന്നു. എന്നിട്ട്? വേദ ചിരിയോട് ചോദിച്ചു. +2 പഠിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ പോലും ഗീതുവിന് നല്ല മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. യാദവ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മരഞ്ചിട്ടി പ്രേമത്തിനോ എപ്പോഴും കാണണം, പ്രേമിക്കുന്നവനായി ചുറ്റണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല അവൾ. അവരുടെ പ്രണയം നേരിൽ കാണുമ്പോൾ മിണ്ടുന്ന ചെറിയ ചെറിയ വാക്കിൽ വല്ലപ്പോഴുമുള്ള ചേർത്ത് പിടിക്കലുമായി ഒരു സൈലന്റ് പ്രണയം എന്ന് വേണം പറയാൻ. പിന്നീട് ഗീതു കോളേജിൽ ചേർന്ന് 2nd ഇയർ ആയപ്പോൾ ഞാൻ കാനഡയിലേക്കും കൗശിക് മെഡിസിനും യാദവ് അവന്റെ IPS എന്ന സ്വപ്നത്തിലേക്കും തിരിഞ്ഞു. അന്നും ഞങ്ങളുടെ സൗഹൃദവും അവരുടെ പ്രണയവും ഒരൊഴുക്കുപോലെ അത്രയും മനോഹരമായി മുന്നോട്ട് പോയി. അങ്ങനെയിരിക്കെ IPS സെലക്ഷൻ കഴിഞ്ഞ് ട്രെയിനിങ്ങിനായി യാദവ് ഹൈദരാബാദിന് പോയ സമയം ഗീതു 2nd ഇയർ പഠിക്കുകയായിരുന്നു. അർജുൻ പറഞ്ഞു. ആ ഓർമ്മയിൽ തന്നെ അവന്റെ മുഖം വലിഞ്ഞു മുറുകി. എന്താ ദേവേട്ടാ? വേദ അവന്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈയിൽ അവളുടെ കൈ വെച്ചുകൊണ്ട് അമർത്തി. ആദ്യത്തെ ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് അന്ന് രാത്രി യാദവ് എന്നെ വിളിച്ചു. ആ സമയം ഞാൻ കാനഡയിൽ നിന്നും ബിസിനസ് ആവശ്യത്തിനായി മുംബൈയിലേക്ക് വന്നിരുന്നു. അവൻ വിളിച്ചത് ഇന്നലെ രാത്രി മുതൽ ഗീതുമൂല വിളിച്ചിട്ട് കിട്ടില്ലെന്നും ഒന്ന് അവളുടെ കോളേജിൽ അന്വേഷിക്കാൻ പറയാനുമായിരുന്നു. അവനെ ഒരുവിധം പറഞ്ഞു നിർത്തി. ഞാൻ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് ആ രാത്രി വന്നു. ഒരാളെ ഏർപ്പാടാക്കി കോളേജിലും ഹോസ്റ്റലിലും ഗീതുവിനെ കുറിച്ച് അന്വേഷിച്ചു. അവരിൽ നിന്നറിഞ്ഞ വാർത്ത നടുങ്ങിപ്പോയി ഞാൻ. വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനേക്കാൾ എങ്ങനെ യാദവിനോട് ഇത് പറയും എന്നറിയില്ലായിരുന്നു എനിക്ക്. തലേ ദിവസം നടന്ന ഏതോ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് ഗീതുമോളെ ഏതോ പേര് പിടിച്ച
3 നായ്ക്കൾ കടിച്ചു കീറി. ജീവന്റെ ഒരു അംശം മാത്രമായി. അവൾ ഹോസ്പിറ്റൽ വെന്റിലേറ്ററിലായിരുന്നു. എന്റെ യാദവിന്റെ അഞ്ജലി, അർജുൻ പറഞ്ഞുകൊണ്ട് കണ്ണു മുറുക്കി അടച്ചു കളഞ്ഞു. അവന്റെ കണ്ണു കലങ്ങി. രക്തനിറമായിരുന്നു ആ നിമിഷം. നേരിൽ കണ്ടില്ലെങ്കിൽ പോലും നീതുവിന്റെ അവസ്ഥ വേദയിലും നോവുണർത്തി. നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. അറിഞ്ഞത് സത്യമാണെന്ന് ഉറപ്പിച്ചു ഞാൻ. അന്ന് ഞാൻ വേറെ 2 മൃതദേഹങ്ങൾ കൂടി ഏറ്റുവാങ്ങി. ഗീതുമോളുടെ അച്ഛന്റെയും അമ്മയുടെയും ഒറ്റമകൾക്ക് വന്ന വിയോഗവും. ന്യൂസ് ചാനൽ അവളെ വീണ്ടും വേശ്യയാക്കി മുദ്രകുത്തി. വീണ്ടും വീണ്ടും അവളെ കൊല്ലാതെ കൊല്ലുന്നു വാർത്തകളും ആ മാതാപിതാക്കളെ ഒരു നിമിഷം കൊണ്ട് തകർത്തു കളഞ്ഞു. ഇനിയും ഒന്നും കേൾക്കാനും മകളുടെ അവസ്ഥ കാണാനും വയ്യാതെ അവർ ആ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു. ഗീതുവിനെ പിച്ചു ചീന്തിയാൻ എന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റക്കാരനാക്കിയ അജയ് എന്ന ചെറുപ്പക്കാരനും ആത്മഹത്യ ചെയ്തു. ഗീതുവിനെല്ലാം നഷ്ടമായ ദിവസം. എന്റെ കുഞ്ഞിന് പാടില്ല, പനിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇച്ചിരി കുറഞ്ഞു പോയത്. അതുകൊണ്ട് നാളെ നമുക്ക് ഇതിന്റെ അസുര പ്രണയത്തിൽ കുറച്ചുകൂടി ലെങ്ത് ആക്കി തരാൻ ഞാൻ നോക്കാം.